സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് ഒരു പക്ഷിയെപ്പോലെ ചിറക് വിരിച്ച് അയാളെത്തി. ഒരു ബാൾക്കൻ പക്ഷി. അവന്റെ ചിറക് അറുത്തു മാറ്റാൻ പലരും ശ്രമിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. ആരെയും സ്നേഹിക്കാൻ സാധിക്കാത്ത ഈ ഭ്രാന്താലയത്തിൽ അവൻ ഉന്മാദത്തിന്റെ കെട്ടുമായി മതിച്ചു നടന്നു. ഒരു ജിപ്സിയെപ്പോലെ അലഞ്ഞു. അവൻ മന്ത്രിച്ചു വിട്ട സിനിമകൾ കാണികളുടെ ഉറക്കം കെടുത്തി. ആകാശത്ത് പാറിപ്പറക്കുമ്പോഴും അവൻ താഴേക്ക് നോക്കി. എന്റെ മാതൃരാജ്യം എവിടെയെന്ന് തിരക്കി. എതിർക്കുവാൻ, കലാപ കൊടി ഉയർത്തുവാൻ ജനിച്ചവൻ എമിർ കൂസ്ത്രിറ്റ്സ. തെക്ക് കിഴക്കൻ യൂറോപ്പിന്റെ ഭാഗമായ ബാൾക്കൻ പ്രവിശ്യയുടെ ചരിത്രത്തിൽ തൊടാതെ എമിർ കൂസ്ത്രിറ്റ്സയുടെ സിനിമാ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. ലോകയുദ്ധങ്ങളും വംശീയ പോരുകളും കണ്ട ഭൂപ്രദേശമാണിത്. ഗ്രീക്കുകാരും റോമാക്കാരും ഒട്ടോമൻ തുർക്കികളും ഈ പ്രദേശം അടക്കി ഭരിച്ചിട്ടുണ്ട്. പല കാലങ്ങളിലായി പല വംശജർ ഇവിടേക്ക് കുടിയേറി. പല മതങ്ങളിലും പല വിശ്വാസങ്ങളിലുമുള്ളവർ. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും റോമൻ കാത്തോലിക്കരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ജിപ്സികളും ഇവിടെ ഒരുമിച്ച് പാർത്തു. ഒന്നാം ലോക യുദ്ധാനന്തരം ഈ പ്രദേശത്തെ വിവിധ പ്രവിശ്യകൾ ചേർന്ന് യൂഗോസ്ലാവിയ എന്ന രാജ്യം നിലവിൽ വന്നു. 1941 ജർമ്മനി ഈ പ്രദേശം ആക്രമിച്ച് കീഴടക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യോസിഫ് ബ്രോസ് ടിറ്റോയുടെ നേതൃത്വത്തിൽ യൂഗോസ്ലാവിയ വിവിധ പ്രദേശങ്ങൾ ഉൾച്ചേർന്ന ഫെഡറൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് യൂഗോസ്ലാവിയയായി മാറി. പിന്നീട് ഇത് സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യൂഗോസ്ലാവിയ എന്നായി. 1954 ഈ യൂഗോസ്ലാവിയയിലാണ് എമിർ കൂസ്ത്രിറ്റ്സ എന്ന സിനിമാക്കാരന്റെ ജനനം. സരയോവിലെ ഒരു മധ്യവർഗ മുസ്ലിം കുടുംബത്തിലെ ഏക സന്തതിയായിരുന്നു എമിർ കൂസ്ത്രിറ്റ്സ. അച്ഛൻ മുറാദ് നിരീശ്വരവാദിയും സോഷ്യലിസ്റ്റുമായിരുന്നു. ടിറ്റോയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവവും. സരയോവിലെ കുട്ടിക്കാലമാണ് എമിർ കൂസ്ത്രിറ്റ്സ എന്ന സംവിധായകനെ രൂപപ്പെടുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ ജിപ്സികളും കള്ളന്മാരും നേരത്തെ പ്രസവിക്കുന്നവരും നേരത്തെ മരിക്കുന്നവരും എമിറിന്റെ കഥകളുടെ ഭാഗമാണ്. എമിർ ചെറുപ്പത്തിൽ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കളിക്കാരനെ പോലെ പന്തുമായി നീങ്ങുന്ന എമിർ നാട്ടുകാർക്ക് ആവേശവും വീട്ടുകാർക്ക് ആധിയുമായിരുന്നു. സ്കൂളിൽ പോകാതെ അവൻ ഫുട്ബോൾ കളിച്ച് നടക്കുന്നത് വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അവൻ എന്നും ഫുട്ബോളിനെ പ്രണയിച്ചു. സിനിമ കാണലായിരുന്നു കൂസ്ത്രിറ്റ്സയുടെ മറ്റൊരു പ്രധാന വിനോദം. ചാർലി ചാപ്ലിന്റെ ഗ്രേറ്റ് ഡിറ്റക്ടറും ഹിച്ച്കോക്കിന്റെ ദ ബേർഡ്സും ഒക്കെ വലിയ തോതിൽ എമിറിനെ സ്വാധീനിച്ചിരുന്നു. അച്ഛന്റെ സുഹൃത്തും ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയിലെ പോരാളിയുമായിരുന്ന ഹാറുദ്ദീൻ സീബ ക്രവാക്കാണ് ആദ്യമായി അടുത്തിടപെടുന്ന സിനിമാക്കാരൻ. ഇടയ്ക്കിടെ വീട്ടിൽ വന്നിരുന്ന സംവിധായകൻ എമിറിന് സീബ മാമനായിരുന്നു. അദ്ദേഹത്തിന്റെ വാട്ടർ ഡിഫൻസ് സരയേവോ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ റോളിൽ അഭിനയിക്കാനും എമിറിന് അവസരം ലഭിച്ചു. ഈ കാലത്ത് എമിറിന്റെ കണ്ണിൽ ഒരു സ്റ്റിൽ ക്യാമറ പെടുന്നു. അത് വാങ്ങിത്തരണമെന്നവൻ വീട്ടുകാരോട് വാശി പിടിച്ചു. സീബമാമൻ കൂടി നിർദ്ദേശിച്ചോടെ എമിറിന് ആദ്യ ക്യാമറ ലഭിച്ചു. പതിയെ അവൻ ചലച്ചിത്രങ്ങളുടെ ലോകത്തേക്ക് ചുവടുവെച്ചു. പാർട്ട് ഓഫ് ട്രൂത്ത്, ഓട്ടം എന്നിങ്ങനെ ചില അമച്ചർ ഹ്രസ്വ ചിത്രങ്ങൾ എടുത്തു. വൈകാതെ ഔപചാരികമായി സിനിമ പഠിക്കാം എന്നായി. പ്രാഗിലെ പ്രശസ്തമായ അക്കാദമി ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഭാഗമായ ഫാമു എന്നറിയപ്പെടുന്ന ഫിലിം സ്കൂളിൽ ചേർന്നു. അക്കാലത്ത് പുതിയ യൂഗോസ്ലാവിയൻ സിനിമകളുടെ സ്രഷ്ടാക്കൾ ഈ ഫിലിം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയവരായിരുന്നു. പിന്നീട് ആ നിരയിലെ സുപ്രധാന പേരുകളിലൊന്നായി എമിർ കൂസ്ത്രിറ്റ്സ. സിനിമാ ബിരുദം നേടി പുറത്തിറങ്ങിയ എമിർ തിരികെ സരയോവിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു ടെലിവിഷൻ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. ദ ബ്രൈഡ്സ് ആർ കമ്മിങ്, ബുഫെ ടൈറ്റാനിക് എന്നിങ്ങനെയുള്ള ടെലിവിഷൻ ചിത്രങ്ങൾ എടുത്തു. 1978-79 കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. 1980കളിൽ ടിറ്റോയുടെ മരണശേഷം യൂഗോസ്ലാവിയയിൽ വംശീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. 1990കളിൽ നടന്ന രൂക്ഷമായ വംശീയ യുദ്ധങ്ങൾക്കൊടുവിൽ യൂഗോസ്ലാവിയ തകരുകയും സ്ലൊവേനിയ, ക്രൊയേഷ്യ, ബോസ്നിയ, സെർബിയ, മോണ്ടിനെഗ്രോ, നോർത്ത് മാസഡോണിയ എന്നീ സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരികയും ചെയ്തു. ഇതോടെ ഒരു വലിയ രാജ്യം ചെറിയ ചെറിയ ശത്രു രാജ്യങ്ങളായി. കൂസ്ത്രിറ്റ്സയ്ക്കും മറ്റു പലർക്കും തങ്ങളുടെ സ്വത്വം നഷ്ടമായി. എമിർ കൂസ്ത്രിറ്റ്സ എന്ന സംവിധായകന്റെ പിന്നീട് അങ്ങോട്ടുള്ള സിനിമകൾ അധികവും സംസാരിച്ചത് ഈ വിഭജനത്തിന്റെ ചരിത്രമാണ്. സ്വേച്ഛാധിപത്യത്തിന്റെ വീർപ്പുമുട്ടലുകളായിരുന്നു അവയുടെ പ്രമേയം. ഈ സിനിമകളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. 1981 പുറത്തിറങ്ങിയ ആദ്യ ചിത്രം ഡു യു റിമെമ്പർ ഡോളി ബെൽ വെനീസ് ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ലയൺ നേടി. 1985 സംവിധാനം ചെയ്ത വെൻ ഫാദർ വാസ് എവേ ഓൺ ബിസിനസ് പാം ദിയോർ കരസ്ഥമാക്കി. 88 ടൈം ഓഫ് ജിപ്സീസിലൂടെ കാനിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 95 അണ്ടർഗ്രൗണ്ട് എന്ന ചിത്രത്തിലൂടെ വീണ്ടും പാം ദിയോർ നേട്ടം. അങ്ങനെ പുരസ്കാര നേട്ടങ്ങൾ അനവധിയാണ്. കൂസ്ത്രിറ്റ്സയുടെ സിനിമകൾ ബഹളമയമാണ്. ഒരു കാർണിവൽ. സജീവമായിരിക്കും ആ ഫ്രെയിമുകൾ. അവിടെ നമ്മളെ നോക്കിയൊരു ഭ്രാന്തൻ പാടുന്നുണ്ടാകും. അതേ ഫ്രെയിമിൽ കള്ളു കുടിച്ച് ബോധം പോയ വരനെ അറബാനയിലിട്ട് പ്രാഗിക്കൊണ്ട് നീങ്ങുന്ന വധുവും സംഘവും ഉണ്ടാകും. കുറച്ചങ്ങോട്ട് മാറി ചീട്ട് കളിക്കുന്നവർ, താറാവുകൾ, അങ്ങനെ ജന്തുജാലങ്ങളാൽ സമ്പന്നമാകും കൂസ്ത്രിറ്റ്സയുടെ ഫ്രെയിമുകൾ. ഒരു കോണും അയാൾ വിട്ടുവെക്കില്ല. തീർത്തും സാധാരണമാകും ഈ സിനിമകളുടെ കഥാപശ്ചാത്തലം.
പലപ്പോഴും കുടുംബകഥകൾ. എന്നാൽ അത് പ്രതലത്തിൽ മാത്രമാണ്. ഉള്ളിൽ ബാൾക്കന്റെ ചരിത്രവും ജിപ്സികളുടെ മാന്ത്രികതയും കൊണ്ട് നിറച്ചിരിക്കുകയാവും. വെൻ ഫാദർ വാസ് എവേ ഓൺ ബിസിനസ് എന്ന സിനിമ നോക്കൂ. ഇത് വെളിയിലൊരു കുടുംബകഥയാണ്. കഥ പറയുന്നത് ഒരു 6 വയസ്സുകാരനും. പക്ഷേ സിനിമ സംസാരിക്കുന്നതോ സ്റ്റാലിനും ടിറ്റോയും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതയും യൂഗോസ്ലാവിയയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വവും. 1985 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ദിയോർ പുരസ്കാരം നേടിയ ഈ ചിത്രം കൂസ്റ്ററിച്ചയുടെ സിനിമകൾ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ്. മുതിർന്നവരുടെ രാഷ്ട്രീയ കളികളും വഞ്ചനകളും മാലിക് എന്ന കുട്ടിയിലൂടെയാണ് എമിർ പറയുന്നത്. തികഞ്ഞ കമ്മ്യൂണിസ്റ്റായ മാലിക്കിന്റെ അച്ഛനെ ഭാര്യ സഹോദരനും സഖാവുമായ സിജോ ലേബർ ക്യാമ്പിലേക്ക് അയക്കുന്നു. അച്ഛൻ ബിസിനസ് ട്രിപ്പിലാണെന്നാണ് മാലിക്കിനെയും ചേട്ടനെയും അമ്മ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് അയാളെ പാർട്ടി ശിക്ഷിച്ചത്? പാർട്ടി വിരുദ്ധമായ ഒരു തമാശ പറഞ്ഞതിന്. എന്തിനാണ് സിജോ അയാളെ ശിക്ഷയ്ക്ക് വിട്ടുകൊടുത്തത്? അയാളുടെ കാമുകിയുമായി രഹസ്യബന്ധം സൂക്ഷിച്ചിരുന്നതിനാൽ. അതെ, സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനത്തെ പരിഹസിക്കുകയാണ് അയാൾ. ഈ ട്രാജി കോമഡി രാഷ്ട്രീയ പരിഹാസം അണ്ടർഗ്രൗണ്ട് എന്ന ചിത്രത്തിൽ പ്രകടമാണ്. 2ാം ലോക മഹായുദ്ധം മുതൽ 1990കളിലെ യൂഗോസ്ലാവിയൻ ആഭ്യന്തര യുദ്ധം വരെയുള്ള 50 വർഷത്തെ ചരിത്രമാണ് സിനിമ പറയുന്നത്. കൂസ്റ്ററിച്ച സ്റ്റൈലിൽ. 2ാം ലോക മഹായുദ്ധകാലം. മാർക്കോ എന്ന കഥാപാത്രം തന്റെ സുഹൃത്തായ ബ്ലാക്കിയെയും സഹോദരൻ ഐവാനെയും ഒരു കൂട്ടം സഖാക്കളെയും അവരുടെ കുടുംബത്തെയും ജർമ്മൻ സൈന്യത്തിൽ നിന്ന് രക്ഷിക്കാനായി ഒരു വലിയ ഭൂഗർഭ നിലവറയിൽ ഒളിപ്പിക്കുന്നു. മാർക്കോയും ബ്ലാക്കിയും ടിറ്റോയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളാണ്. മാർക്കോ തന്ത്രശാലിയാണെങ്കിൽ ബ്ലാക്കി ഒരു പോരാളിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന മടയനും. യുദ്ധം അവസാനിച്ചിട്ടും ടിറ്റോയുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നിട്ടും സ്വന്തം നേട്ടത്തിനായി മാർക്കോ അധോതലത്തിൽ കഴിയുന്നവരോട് നുണ പറയുന്നു. പുറത്തിപ്പോഴും യുദ്ധം നടക്കുകയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുന്നു. ബ്ലാക്കിയെ രക്തസാക്ഷിയായി പുറം ലോകത്ത് അവതരിപ്പിക്കുന്നു. തന്നെ നായകനാക്കി സ്വന്തം തിരക്കഥയിൽ വിപ്ലവ സിനിമയെടുക്കുന്നു. മാർക്കോ യുദ്ധവീരനാകുന്നു. ടിറ്റോയുടെ വിശ്വസ്തനാകുന്ന മാർക്കോ അണ്ടർഗ്രൗണ്ടിൽ കഴിയുന്ന സുഹൃത്തുക്കളെ കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കി വെളിയിൽ വിൽക്കുന്നു. സമ്പത്തും പേരും നേടുന്നു. മേൽ കീഴെന്ന അധികാര ഘടനയാണ് ഈ കഥയിലൂടെ കൂസ്റ്ററിച്ച തുറന്നു കാട്ടുന്നത്. സ്വേച്ഛാധിപത്യവും ഇസങ്ങളും എന്തിനീ ലോകം തന്നെയും അധോതല നിലവറകളാണെന്നും അതിനുള്ളിൽ ജനങ്ങൾ വഞ്ചിതരായി കഴിയുകയാണെന്നും കൂസ്റ്ററിച്ച ഉറക്കെ പറഞ്ഞു. ബ്രാസ് ബാൻഡുകളുടെ ഉച്ചത്തിലുള്ള സംഗീതത്തിനിടയിലും മാതൃരാജ്യം നഷ്ടപ്പെട്ട ഒരു ജനതയുടെ വേദന ആ ശബ്ദത്തിൽ മുഴങ്ങിക്കേട്ടു. ഈ സിനിമയിലൂടെ രണ്ടാമതും കൂസ്റ്ററിച്ചയെ തേടി പാം ദിയോർ എത്തി. എന്നാൽ ഭരണകൂടത്തിന്റെ പ്രൊപ്പഗാണ്ടകളെ എതിർത്ത ചിത്രത്തെ ഫ്രഞ്ച് നിരൂപകർ സെർബിയൻ സർക്കാരിന്റെ പ്രൊപ്പഗണ്ടയായി മുദ്രകുത്തി. മിലോസെവിച്ചിന്റെ നേതൃത്വത്തിലുള്ള സെർബിയൻ സർക്കാർ സിനിമയുടെ നിർമ്മാണ പങ്കാളികളായിരുന്നു. ഇതാണ് വിമർശനങ്ങൾക്ക് കാരണമായത്. സെർബിയക്കാരെ യുദ്ധത്തിന്റെ ഇരകളായും വിദേശ ശക്തികളുടെ ഗൂഢാലോചനയ്ക്ക് പാത്രമായവരായും സിനിമ ചിത്രീകരിച്ചുവെന്ന് ആരോപണം വന്നു. ബോസ്നിയൻ യുദ്ധത്തിൽ സെർബിയൻ സേന നടത്തിയ അതിക്രമങ്ങളെ സിനിമ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. കൂസ്റ്ററിച്ച പ്രതികരിച്ചു: ഞാൻ സെർബിയൻ ദേശീയവാദിയല്ല. തകർന്നുപോയ എൻ്റെ മാതൃരാജ്യമായ യൂഗോസ്ലോവിയയോട് കൂറുള്ള ഒരാൾ മാത്രമാണ്. എമിർ കൂസ്റ്ററിച്ചയുടെ ഫിലിമോഗ്രഫി തന്നെ ഈ വാക്കുകൾക്ക് സാക്ഷ്യം പറയും. യൂഗോസ്ലാവിയ എന്ന ഇല്ലാതായ രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ആ സിനിമകളിൽ നിഴലിക്കുന്നു. ബാൾക്കന്റെ സംസ്കാരം, ജിപ്സികളുടെ ആത്മാവ് ആ ഫ്രെയിമുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ടൈം ഓഫ് ജിപ്സീസ് എന്ന സിനിമ ഈ ജിപ്സി ജീവിതങ്ങളെയാണ് അടയാളപ്പെടുത്തിയത്. ഒരു നിമിഷം അവർ നമ്മളെ ചിരിപ്പിക്കും, അടുത്ത നിമിഷം സങ്കടപ്പെടുത്തും. മാജിക്കും റിയാലിറ്റിയും കൂടിക്കിടക്കുന്ന ഈ സിനിമ കൂസ്റ്ററിച്ചയുടെ മാസ്റ്റർ പീസാണ്. ദോംസ വെസഞ്ച് എന്നാണ് സെർബിയയിൽ ഈ ചിത്രത്തിന്റെ പേര്. തൂങ്ങി നിൽക്കുന്ന വീട് എന്നർത്ഥം. ഇങ്ങനെ ഒരു ഇമേജും ചിത്രത്തിൽ കാണാം. ഫ്രെയിമിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വീട്, അതിന് കീഴിൽ ഒരു കുടുംബം. എന്നാൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ താല്പര്യാർത്ഥം സിനിമയുടെ പേര് ടൈം ഓഫ് ജിപ്സീസ് എന്നാക്കി. ജിപ്സികളുടെ ജീവിതത്തെയും സംസ്കാരത്തെയും അതിസൂക്ഷ്മം ഈ ചിത്രം വരച്ചിടുന്നു, അവരുടെ ജീവിത വീക്ഷണവും. ഒരു പത്ര റിപ്പോർട്ടാണ് കൂസ്റ്ററിച്ചയുടെ മനസ്സിൽ ഈ സിനിമയുടെ ആശയം ഉണ്ടാകാൻ കാരണം. ജിപ്സികൾ ഉൾപ്പെട്ട ഇറ്റലിയിലെ അതിർത്തിയിലൂടെയുള്ള മനുഷ്യക്കടത്തിനെ പറ്റിയായിരുന്നു ആ റിപ്പോർട്ട്. കൂസ്റ്ററിച്ച ആ വിഷയം പഠിച്ചു. പാസ്പോർട്ട് ഇല്ലാതെ അതിർത്തികൾ കടക്കുന്ന ഒരു കവർച്ചക്കാരനെ കണ്ടെത്തി. അയാളുടെ ജീവിത കഥ കേട്ടു. അതാണ് സിനിമയുടെ തിരക്കഥയായത്. ഈ സിനിമകൾ ഉൾപ്പെടെ 10 ചിത്രങ്ങളാണ് എമിർ കൂസ്റ്ററിച്ച സംവിധാനം ചെയ്തിട്ടുള്ളത്. 3 ഡോക്യുമെന്ററികളും നിരവധി ഹ്രസ്വ ചിത്രങ്ങളും അദ്ദേഹം എടുത്തു. തൻ്റെ തന്നെ സിനിമകളെ വികസിപ്പിച്ച് ടെലിവിഷൻ സിനിമകളാക്കി. നഷ്ടമായ തൻ്റെ മാതൃരാജ്യത്തെപ്പറ്റി ലോകത്തോട് സംസാരിക്കുന്ന ഒരു കുട്ടിയെ ഇവയിലെല്ലാം കാണാം. അയാൾ കരയുകയല്ല, തങ്ങളെ അടക്കി ഭരിച്ചവരെ, കീറി മുറിച്ചവരെ പരിഹസിക്കുകയാണ്. അവരെ മാത്രമല്ല, ലോകത്തിലെ സകല സ്വേച്ഛാധിപതികളെയും. 1980കളിൽ സരയോവിലാണ് നോ സ്മോക്കിംഗ് ഓർക്കസ്ട്ര എന്ന ബാൻഡ് രൂപം കൊള്ളുന്നത്. അന്ന് സബ്രാബ്നോ പുഷഞ്ചെ എന്നായിരുന്നു ബാൻഡിന്റെ പേര്. ന്യൂ പ്രിമിറ്റീവ്സ് എന്നറിയപ്പെടുന്ന ഒരു സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇവർ. അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ പരിഹസിക്കുന്ന വരികളും വ്യത്യസ്തമായ സംഗീത ശൈലിയും ഇവരെ പെട്ടെന്ന് പ്രശസ്തരാക്കി. ഒപ്പം കടുത്ത സെൻസർഷിപ്പിന്റെ ഇരകളും. 1986ൽ ആദ്യകാല അംഗങ്ങളിൽ പലരും ബാൻഡ് വിട്ടു. പുതിയവർ പലരും വന്നു. അതിലൊരാളായിരുന്നു കൂസ്റ്ററിച്ച, ബാൻഡിന്റെ പുതിയ ബേസ് ഗിറ്റാറിസ്റ്റ്.
1998 ഇറങ്ങിയ കൂസ്ത്രിച്ചയുടെ ബ്ലാക്ക് ക്യാറ്റ് വൈറ്റ് ക്യാറ്റ് എന്ന സിനിമയിലെ നോ സ്മോക്കിംഗ് എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് ഈ ബാൻഡാണ്. പിന്നീട് സംവിധായകന്റെ മറ്റ് പല സിനിമകൾക്കും ഈ ബാൻഡ് സംഗീതം പകർന്നു. ബാൽക്കൻ ജിപ്സി സംഗീതവും റോക്ക് ആൻഡ് റോളും പങ്കും ജാസും ചേർന്ന് മിശ്രിത ശൈലിയിലുള്ള ഈ ഗാനങ്ങൾ കൂസ്ത്രിച്ചയുടെ കഥ പറച്ചിൽ ഉപകരണം കൂടിയാണ്. 2001 പുറത്തിറങ്ങിയ സൂപ്പർ 8 സ്റ്റോറീസ് എന്ന ഡോക്യുമെന്ററി ഈ ബാൻഡിന്റെ ചരിത്രവും കൂസ്ത്രിച്ചയുമായുള്ള ബന്ധവുമാണ് വിവരിക്കുന്നത്. ലൈഫ് ഈസ് എ മിറക്കിൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ഇടം നോക്കിയാണ് എമിർ മോക്ര ഗോറ എന്ന സ്ഥലത്തെത്തുന്നത്. ആ നനഞ്ഞ താഴ്വര അയാളെ കീഴ്പ്പെടുത്തി. ഞാനിവിടെ ഒരു വീട് പണിയും കൂസ്ത്രിച്ച പ്രഖ്യാപിച്ചു. കൂടെയുള്ളവർ അത് കേട്ട് ചിരിച്ചു. പക്ഷേ അയാൾ പിൻവാങ്ങിയില്ല. സിനിമയ്ക്കായി കൂസ്ത്രിച്ച അവിടെ ഒരു ഗ്രാമം പണിതു. പിന്നീട് അത് വികസിപ്പിച്ചു. വെസ്റ്റേൺ സിനിമയിലെ സെറ്റ് പോലെ ഒരു ടിംബർ ടൗൺ, ഹ്യൂസ്റ്റൺഡോർഫ്. സ്റ്റാൻലി കൂബ്രിക്കിന്റെ പേരിൽ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. തിയേറ്റർ മാത്രമല്ല, സ്പോർട്സ് ഹാളും പള്ളിയും കേക്ക് ഷോപ്പും എല്ലാം ഉണ്ട്. ഡിഗോ മർഡോണ, ഫെലിനി, ബർഗ്മാൻ, ചെഗ്വേര എന്നിങ്ങനെയാണ് ഇവിടുത്തെ തെരുവുകളുടെ പേര്. വിചിത്രമെന്ന് അത്ഭുതപ്പെടേണ്ട, കൂസ്ത്രിച്ചയാണ് ഈ ഗ്രാമത്തിന്റെ ശില്പിയെന്ന് ഓർത്താൽ മതി. 2008 മുതൽ ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഹ്യൂസ്റ്റൺഡോർഫ് ഫിലിം ഫെസ്റ്റിവൽ. റെഡ് കാർപ്പറ്റ് കെട്ടുകാഴ്ചകളോ VIP സെക്ഷനുകളോ ഇല്ലാത്ത ചലച്ചിത്രമേള. സിനിമകളുണ്ടാകും, മാസ്റ്റർ ക്ലാസ്സുകളും, ഒപ്പം ദ നോ സ്മോക്കിംഗ് ഓർക്കസ്ട്രയുടെ സംഗീതവും. സിനിമയെ കച്ചവടവൽക്കരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് കൂസ്ത്രിച്ചയ്ക്ക് ഈ ഫിലിം ഫെസ്റ്റിവൽ. ഈ എത്നോ വില്ലേജ് ഒരു ഉന്മാദിയുടെ കിറുക്കായിരുന്നില്ല, മുതലാളിത്ത വിരുദ്ധവും ആഗോളവൽക്കരണ വിരുദ്ധവുമായ ഒരു ജീവിത രീതിയുടെ പ്രതീകമായിരുന്നു. ആധുനിക ലോകത്തെ കമ്പോള സംസ്കാരത്തെയും കോർപ്പറേറ്റ് ആധിപത്യത്തെയും ശക്തമായി എതിർക്കുന്ന ചലച്ചിത്രകാരനാണ് എമിർ കൂസ്ത്രിച്ച. ലോകത്തെ തങ്ങളുടെ കുത്തകയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പടിഞ്ഞാറൻ ശക്തികളോട് അയാൾ സന്ധിക്ക് തയ്യാറല്ല. എതിരിടേണ്ടത് അമേരിക്ക പോലെ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയാണെങ്കിലും അയാളുടെ മുട്ടിടിക്കില്ല. ചെഗ്വേര, ഫിദൽ കാസ്ട്രോ, മറഡോണ എന്നിവരോടുള്ള കൂസ്ത്രിച്ചയുടെ ആരാധന ഈ രാഷ്ട്രീയ നിലപാടിന്റെ കൂടി ഭാഗമാണ്. മറഡോണയോടുള്ള കൂസ്ത്രിച്ചയുടെ പ്രിയം ഫുട്ബോളും രാഷ്ട്രീയവും കൂടിക്കുഴഞ്ഞ ഒന്നാണ്. ഫുട്ബോൾ ഇതിഹാസത്തെപ്പറ്റി കൂസ്ത്രിച്ച ഒരു ഡോക്യുമെന്ററി തന്നെ എടുത്തിട്ടുണ്ട്, മർഡോണ ബൈ കൂസ്ത്രിച്ച. പേര് സൂചിപ്പിക്കും പോലെ ഇത് കൂസ്ത്രിച്ചയുടെ മർഡോണയെ പറ്റിയാണ്, ഒരു പോരാളിയെ പറ്റിയാണ്. രണ്ട് വിമതർ ഒന്നിക്കുന്ന ഈ ഡോക്യുമെന്ററിയിൽ ഫിദൽ കാസ്ട്രോയോടും ചെഗ്വേരയോടുമുള്ള മർഡോണയുടെ ആരാധനയും അദ്ദേഹത്തിന്റെ അമേരിക്കൻ വിരുദ്ധ നിലപാടുകളും ഡ്രഗ് അഡിക്ഷനും ചർച്ചയാകുന്നു. 1986 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ മർഡോണ നേടിയ ആ ചരിത്ര ഗോളിനെ വെറുമൊരു ഗോൾ എന്നതിലുപരി ഒരു രാഷ്ട്രീയ വിജയമായാണ് കൂസ്ത്രിച്ച അവതരിപ്പിക്കുന്നത്. വിശ്വപ്രസിദ്ധമായ തന്റെ ഹാൻഡ് ഗോളിനെ പറ്റി സംവിധായകനോട് സംസാരിക്കുമ്പോൾ ഒരു ചെറു ചിരിയോടെ ഇംഗ്ലീഷുകാരനെ പോക്കറ്റ് അടിച്ച സുഖമായിരുന്നു അപ്പോൾ എന്നാണ് മർഡോണ പറയുന്നത്. ഈ ഡോക്യുമെന്ററിയിലും തന്റെ ശൈലി കൂസ്ത്രിച്ച വിട്ടുകൊടുക്കുന്നില്ല. ഇരുണ്ട ഹാസ്യം ഇവിടെയും കാണാം. മർഡോണയോടുള്ള ഭ്രാന്തമായ ആരാധന കാട്ടാൻ സംവിധായകൻ ക്യാമറ തിരിക്കുന്നത് അർജന്റീനയിലെ മർഡോണ ചർച്ചിന്റെ ദൃശ്യങ്ങളിലേക്കാണ്. അവിടെ മർഡോണയ്ക്ക് സ്തുതി പറഞ്ഞ് മിന്നുകെട്ടുന്നവരെയും ജ്ഞാനസ്നാനം ചെയ്യുന്നവരെയും കാണാം. മർഡോണയിൽ മാത്രം ഒതുങ്ങുന്നില്ല കൂസ്ത്രിച്ചയുടെ ആരാധന. ഉറുഗ്വേ മുൻ പ്രസിഡന്റ് ഹോസെ മുഹിക്കയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവനായിരുന്നു. അവസാനത്തെ സോഷ്യലിസ്റ്റ് എന്നാണ് മുഹിക്കയെ കൂസ്ത്രിച്ച വിശേഷിപ്പിച്ചത്. മുഹിക്കയുടെ ലളിത ജീവിതത്തെ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടാണ് സംവിധായകൻ കണ്ടത്. അതിനോടുള്ള ഐക്യപ്പെടലായിരുന്നു എൽ പെപ്പയെ സുപ്രീം ലൈഫ് എന്ന ഡോക്യുമെന്ററി. ഉറുഗ്വേ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ് അധികാരം പുതിയ പ്രസിഡന്റിന് കൈമാറുന്ന ദിവസമാണ് മുഹിക്കയുടെ കഥ പറയാൻ കൂസ്ത്രിച്ച തെരഞ്ഞെടുത്തത്. ഉറുഗ്വയുടെ ഭൂതകാല ചരിത്രവും മുഹിക്ക ഉൾപ്പെടെയുള്ളവർ ഭാഗമായ സായുധ വിപ്ലവ ശ്രമങ്ങളും ഈ ഡോക്യുമെന്ററിയിൽ ചർച്ചയാകുന്നു. പെപ്പെ മുഹിക്ക മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തൻ്റേതു കൂടിയാണെന്ന് പറയുകയാണ് കൂസ്ത്രിച്ച. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നയങ്ങളെ അനുകൂലിച്ചും കൂസ്ത്രിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയിലെ വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിൽ താൻ പുടിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഒരിക്കൽ കൂസ്ത്രിച്ച പറഞ്ഞത്. യുക്രൈനിലെ റഷ്യൻ സൈനിക നടപടികളെ കൂസ്ത്രിച്ച പരസ്യമായി പിന്തുണച്ചിട്ടുണ്ട്. 2014 റഷ്യയുടെ ക്രിമിയ പിടിച്ചെടുക്കൽ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും യുക്രൈനിലെ റഷ്യൻ വംശജരെ സംരക്ഷിക്കാനുള്ള നീക്കമായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിലെ റഷ്യ യുക്രൈൻ യുദ്ധത്തെ പാശ്ചാത്യ രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തിനെതിരെയുള്ള റഷ്യയുടെ അനിവാര്യമായ പ്രതിരോധമെന്നാണ് കൂസ്ത്രിച്ച വിളിച്ചത്. പാശ്ചാത്യ സ്വാധീനങ്ങളെ പ്രതിരോധിക്കുന്ന സാന്നിധ്യമായാണ് പുടിനെ കൂസ്ത്രിച്ച കാണുന്നത്. ഈ ഐക്യപ്പെടലിന്റെ കാതൽ പടിഞ്ഞാറൻ ശക്തികളോടുള്ള കടുത്ത വിയോജിപ്പാണ്. യൂഗോസ്ലാവിയയിൽ ജനിച്ച കൂസ്ത്രിച്ചയുടെ ഉള്ളിലുറഞ്ഞ ചരിത്രാനുഭവങ്ങളാണ് ഈ നിലപാടുകളുടെ അടിത്തറ. വിമർശനങ്ങളിൽ അതിനിളക്കം തട്ടണമെന്നില്ല. 1985 കാൻ ചലച്ചിത്രോത്സവത്തിന്റെ ജൂറി അധ്യക്ഷൻ മിലോസ് ഫോർമാൻ ആ വർഷത്തെ ഗോൾഡൻ പാം പുരസ്കാര ജേതാവായ എമിർ കൂസ്ത്രിച്ചയെ യൂറോപ്യൻ സിനിമയുടെയും ലോക സിനിമയുടെയും പ്രതീക്ഷ എന്നാണ് വിശേഷിപ്പിച്ചത്. അന്ന് പുരസ്കാരം നേടുമ്പോൾ അദ്ദേഹത്തിന് 27 വയസ്സായിരുന്നു. വർഷങ്ങൾ പിന്നിടുമ്പോഴും ഫോർമാന്റെ വാക്കുകൾ ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേമികൾ ഏറ്റുപറയുന്നു. യൂറോപ്പിന്റെ ഈ ചീത്ത കുട്ടി ലോക സിനിമയ്ക്ക് പ്രതീക്ഷയാണ്. ആ ഉന്മാദിയായ ജിപ്സിയെ പിടിച്ചു കെട്ടുക അസാധ്യം. ടൈം ഓഫ് ജിപ്സീസിലെ ആ ഭ്രാന്തന്റെ ആത്മകഥം ഓർമ്മയില്ലേ? എൻ്റെ ഹൃദയം സ്വതന്ത്രമാണ്, ഒരു പക്ഷിയെപ്പോൽ സ്വതന്ത്രം.
എൻ്റെ ഹൃദയം ഉയരത്തിലേക്കും താഴേക്കും ചരിക്കും. അതിനിഷ്ടമുള്ളപ്പോൾ കരയും, ചിരിക്കും, പാടും.